Now all of you mark your attendance. Okay, നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയേ? 10 വരെ പഠിച്ചു അല്ലേ? എന്നിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്തു. അടുത്ത ആക്ടിവിറ്റി എന്താ നമുക്ക് ചെയ്യേണ്ടത്? എന്താ ചെയ്യണ്ടേ? മിസ് ഒന്ന് നോക്കട്ടെ. ചെയ്യാൻ വിട്ടുപോയത് പേജ് നമ്പർ 89. Sorry, 90 and 91. Page number 90 and 91. അവിടെ എന്താ കാണുന്നത് നിങ്ങള്? എവിടെ എന്താ കാണുന്നേ? എന്താ കാണുന്നേ? ഒരു എക്സിബിഷൻ അല്ലേ? എക്സിബിഷൻ അല്ലേ? നിങ്ങൾ പോയിട്ടുണ്ടോ ഇതുപോലുള്ള എക്സിബിഷന്? പോയിട്ടുണ്ടോ? ഉണ്ടോ? കണ്ടിട്ടുണ്ടോ ഇതുപോലുള്ള എക്സിബിഷൻ? കണ്ടിട്ടുണ്ടോ? ഇല്ല. ഫെസ്റ്റിനൊക്കെ പോവാറുണ്ട്, പോയിട്ടുണ്ടോ? കഴിഞ്ഞ 2 വർഷമായിട്ട് ഫെസ്റ്റ് ഒന്നും നടക്കുന്നില്ല അല്ലേ? ഫെസ്റ്റ് ഒക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? പയ്യന്നൂർ ഫെസ്റ്റ്, പിന്നെ കണ്ണൂർ ഫെസ്റ്റ്, അങ്ങനെ കുറെ ഫെസ്റ്റ് ഒക്കെ ഉണ്ട്. അവിടെ ഉണ്ടാവും ഇതുപോലുള്ള കുറെ സർക്കസ് പോലുള്ളത്, മറ്റേ വലിയ ഇതില്ലേ കറങ്ങുന്ന സാധനമൊക്കെ. എന്താ അതിനെ പറയാ? മെറി ഗോ റൗണ്ട്. യെസ്, മെറി ഗോ റൗണ്ട്. ഇങ്ങനെ ഒരു ഊഞ്ഞാലിലാടുന്ന ഇങ്ങനെ കറങ്ങുന്നൊക്കെ ഉണ്ടാവും. പിന്നെ കളിക്കേണ്ട കുറെ പാർക്ക് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇവിടെ ഒരു എക്സിബിഷൻ, ഒരു ഫെസ്റ്റിന്റെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. അവിടെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എണ്ണി നോക്കിയാലോ? എത്രയൊക്കെ ഉണ്ടെന്ന് നോക്കിയാലോ? അവിടെ കുറെ സാധനങ്ങളുടെ നെയിം കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ബലൂൺസ്, ലൈറ്റ്സ്, balls, puppets, jokers, children on the elephant, leaves on the coconut tree, children on merry-go-round. ഇത് ഓരോന്ന് നമുക്ക് എണ്ണി നോക്കാം. മിസ് ചോദിക്കുമ്പോ നിങ്ങൾ അതിന്റെ ആൻസർ എങ്ങനെ പറയണം? By using your fingers. We have 10 fingers in my hand, in our hand. അപ്പൊ എന്ത് ചെയ്യണം? മിസ് ചോദിക്കുമ്പോ അതിന്റെ ആൻസർ നിങ്ങൾ എങ്ങനെ പറയണം? എങ്ങനെ പറയണം? ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് പറയണം. Are you ready? Are you ready? Yes or no? Yes, okay. First one, balloons. അതിന്റെ ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? There are 5 balloons. ബലൂൺസ് കണ്ടോ എവിടെയാന്ന്? ഒരാള് കയ്യിൽ പിടിച്ചിരിക്കുന്ന കണ്ടോ ബലൂൺസ്? എത്ര ബലൂൺസ് ഉണ്ട്? 1, 2, 3, 4, 5. അതിന്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ കോളത്തിൽ കണ്ടോ? 5 എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ? കണ്ടോ? ഓക്കെ, then next one, balls. How many balls are there? ബോൾ കണ്ടോ നിങ്ങള്? ഇതാ ഒരു ക്ലൗൺ ഇങ്ങനെ കോമാളി ഇങ്ങനെ എറിഞ്ഞു കളിക്കുന്ന ബോൾസ് കണ്ടോ? ദാ എത്ര എണ്ണം ഉണ്ടോ എന്ന് എണ്ണി നോക്കിയേ. How many balls are there? How many balls are there? How many balls? ഒന്നും കൂടി എണ്ണി നോക്കിയേ. പോരട്ടെ, ആൻസർ പറഞ്ഞോ. എത്ര ബോൾസ് ഉണ്ട്? ഓരോരാൾ ഓരോ ആൻസർ പറയുന്നുണ്ട്, നോക്കട്ടെ. ഇത്രയാണോ? ഇത്രയാണോ? ഇതാണോ ആൻസർ? No, there are
4 balls. Am I correct? മിസ് പറഞ്ഞ ശരിയാണോ? 4 balls. അല്ലേ? There are. അപ്പൊ ബോൾസിന്റെ കോളത്തില് 4 എന്ന് എഴുതാം. അതിന് മേലെ ലൈറ്റ് ഉണ്ട്, മിസ് വിട്ടുപോയി. ബോൾസിന്റെ കോളത്തില് 4 എന്ന് എഴുതാം. ഓക്കെ, ബോൾസിന്റെ നേരെ 4 എന്ന് എഴുതാം. ഇനി ലൈറ്റ്, എത്ര ലൈറ്റ് ഉണ്ട് അവിടെ? ഒന്ന് എണ്ണി നോക്കിയേ. ലൈറ്റ് കാണുന്നുണ്ടോ? വലിയൊരു സ്റ്റാൻഡിന്റെ മേലെ ലൈറ്റ് ഇതാ ഇവിടെ, സ്ട്രീറ്റ് ലൈറ്റ് പോലെ കണ്ടോ? എത്ര ലൈറ്റ് ഉണ്ട് അവിടെ? 1, 2. How many lights are there? How many lights are there? Show me your answer with your finger. Finger വെച്ചിട്ട് കാണിച്ചു തന്നെ. 2 lights. Okay, write 2 there. അവിടെ 2 എന്ന് എഴുതിയേ. എഴുതിയോ? അടുത്തത് പപ്പറ്റ്സ്. എന്താ പപ്പറ്റ് എന്ന് പറഞ്ഞാല് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? പപ്പറ്റ് എന്താ അറിയോ? ആർക്കെങ്കിലും അറിയോ? അറിയുന്നവരൊന്ന് കൈവന്തിച്ചേ. എന്താ പപ്പറ്റ്? റിഹാൻ, എന്താ മോനെ പപ്പറ്റ് എന്ന് പറഞ്ഞാൽ അറിയോ? ഡോഗിന്റെ കുഞ്ഞ്. അത് പപ്പിയല്ലേ മോനെ? ഡോൾ. യെസ്, വെരി ഗുഡ്. എന്താ പപ്പറ്റ് എന്ന് പറഞ്ഞാല്? ഡോൾ. അതായത് നമ്മൾ ഈ അവിടെ ഒരു ലേഡി ഇരുന്നിട്ട് കയറ് വലിച്ചിട്ട് പാവേനെ കളിപ്പിക്കുന്ന കണ്ടോ? കണ്ടോ? ഒരു വയലറ്റ് കളർ ഡ്രസ് ഇട്ട ഒരു ലേഡി കണ്ടോ? പാവേനെ കളിപ്പിക്കുന്നുണ്ടോ? ചരട് ഉപയോഗിച്ചിട്ട് പാവേനെ കളിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എത്ര ഡോൾ ഉണ്ട്, എത്ര പപ്പറ്റ് ഉണ്ട് നോക്കി. അങ്ങനെ കളിപ്പിക്കുന്ന പാവേനെ മരം കൊണ്ടുണ്ടാക്കിയതോ അല്ലെങ്കിൽ വേറെന്തിനെ കൊണ്ടെങ്കിലും ഉണ്ടാക്കുന്ന പാവേനെയാണ് നമ്മൾ പപ്പറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്ര പപ്പറ്റ് ഉണ്ട് അവിടെ? എണ്ണി നോക്കിയേ. ഹൗ മെനി പപ്പറ്റ്സ് ആർ there? 1, 2, 3, 4, 5. How many puppets are there? ഒന്ന് കാണിച്ചു തന്നെ മിസ്സിന് ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട്. എത്ര പപ്പറ്റ്സ് ഉണ്ട്? ഒന്ന് ഫിംഗേഴ്സ് ഉപയോഗിച്ച് ആൻസർ കാണിച്ചു തന്നെ. 5. ഓക്കെ, നെക്സ്റ്റ് ജോക്കേഴ്സ്. എന്താ ജോക്കർ? എന്താ ജോക്കർ? ആരാ പറയുന്നത് ജോക്കർ എന്താന്ന്? അറിയോ എന്താ ജോക്കർ? എന്താ മർവാൻ? ജോക്കർ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ? ഒന്നുകൂടി പറഞ്ഞേ. കോമാളി. അറിയല്ലേ? ജോക്കർ എന്ന് പറഞ്ഞാല് എന്താ? കോമാളി. കോമാളിനെ കണ്ടിട്ടുണ്ടോ? സർക്കസ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല. ജോക്കർ എന്ന് പറയുന്നൊരു സിനിമയുണ്ട് മലയാളത്തില്, അത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? സിനിമ കാണാറുണ്ടോ? ഫിലിം കാണാറുണ്ടോ? ടിവിയിലൊക്കെ വരുന്നത്? ഫോണിൽ കാണാറുണ്ടോ സിനിമ? അത്യാവശ്യം സിനിമയൊക്കെ കാണണം കേട്ടോ. ടിവിയിലോ ഫോണിലോ കുറച്ച് സിനിമ കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഫുൾ ടൈം അത് തന്നെ കാണാണ്ടിരിക്കണ്ടേ ഉള്ളൂ. വല്ലപ്പോഴും ഒക്കെ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോ ജോക്കർ എന്ന് പറഞ്ഞാൽ കോമാളി. നമ്മുടെ ഈ സർക്കസില് നമ്മളെ ഈ ഓഡിയൻസിനെ ചിരിപ്പിക്കാൻ വേണ്ടി കളിക്കുന്നവരാണ് ജോക്കേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ ഈ പന്ത് തട്ടി കളിക്കുന്ന ജോക്കർ? മുഖത്ത് എന്തൊക്കെയോ ചിത്രമൊക്കെ വരച്ചിട്ട്, മൂക്കിന് വലിയ റെഡ് ബോളൊക്കെ വെച്ചിട്ട്, വലിയ തൊപ്പിയൊക്കെ വെച്ച ഒരാളെ കണ്ടോ? ഈ സൈഡിൽ കണ്ടോ? ദിസ് ഈസ് എ ജോക്കർ. അങ്ങനെയുള്ള എത്ര ജോക്കേഴ്സ് ഉണ്ട് ഇവിടെ?
എത്ര ജോക്കേഴ്സ് ഉണ്ട്? എത്ര ജോക്കേഴ്സ് ഉണ്ട്? How many jokers are there? Only one. അല്ലേ? One joker is there. അപ്പൊ ജോക്കറിന്റെ നേരെ 1 എന്ന് എഴുതി. എഴുതിയോ? എഴുതിയോ? അടുത്തത് ചിൽഡ്രൻ ഓൺ ദി എലഫന്റ്. അവിടെ ഒരു എലഫന്റിനെ കണ്ടോ നിങ്ങള്? കണ്ടോ? എലഫന്റിനെ കണ്ടോ? ആ എലഫന്റിന്റെ മുകളിൽ ചിൽഡ്രൻസിനെ കണ്ടോ? ചിൽഡ്രനെ കണ്ടോ? കണ്ടോ? How many children are there? How many children are there? How many children are there? 1, 2. There are 2 children. Okay, there are 2 children. Then leaves on the coconut tree. അവിടെ ഒരു കോക്കനട്ട് ട്രീ കണ്ടോ? കണ്ടോ? എന്താ കോക്കനട്ട് ട്രീ? എന്താ കോക്കനട്ട് ട്രീ? ആരാ പറഞ്ഞിരുന്നെ എന്താ കോക്കനട്ട് ട്രീന്ന്? കോക്കനട്ട് ട്രീ എന്താന്ന് ആരാ പറഞ്ഞിരുന്നേ? ആഫിയ. തെങ്ങ്. ഓക്കെ, വെരി ഗുഡ്. കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞാല് തെങ്ങ്. അപ്പൊ അവിടെ ഒരു കോക്കനട്ട് ട്രീ കണ്ടോ? ആ എലഫന്റിന്റെ പുറകിലായിട്ട് കണ്ടോ? അവിടെ എത്ര ഇലയുണ്ട് നോക്കിയേ. ഹൗ മെനി ലീവ്സ് ആർ ദർ? ലീഫ് എന്ന് വെച്ചാൽ ഇല. ഒന്നിൽ കൂടുതൽ ഇലയുണ്ടെങ്കിൽ നമ്മൾ ലീവ്സ് എന്ന് പറയും. ലീഫ്, ഇല. ലീവ്സ് എന്ന് പറഞ്ഞാല് ഇലകൾ. എത്ര ലീവ്സ് ഉണ്ട് അവിടെ? How many leaves are there on the coconut tree? There are 5. There are 5 leaves. Okay, then children on merry-go-round. Merry-go-round എന്ന് വെച്ചാൽ എന്താ? merry-go-round. What is merry-go-round? കേട്ടിട്ടുണ്ടോ എന്താന്ന്? ഈ എലഫന്റിന്റെ അടുത്തായിട്ട് കുട്ടികൾ ഇരുന്ന് കറങ്ങുന്ന ഒരു ഇതുണ്ടോ? കുതിരപ്പുറത്തിരുന്ന് കറങ്ങുന്ന ഒരു പിക്ചർ കണ്ടോ? ഇതെന്താന്നറിയോ? ഇതിങ്ങനെ കറങ്ങും. ഈ സാധനം കറങ്ങി 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 ചിൽഡ്രൻ എവിടെ ഇരിക്കും? ഈ ഹോഴ്സിന്റെ, കുതിരയുടെ മുകളിൽ ഇരിക്കും. എന്നിട്ട് അവരിങ്ങനെ കറങ്ങുന്ന ഒരു എന്താ പറയാ, പാർക്കിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഇതാണ് മെറി ഗോ റൗണ്ട്. ആ മെറി ഗോ റൗണ്ടിൽ എത്ര ചിൽഡ്രൻ ഉണ്ടെന്ന് എണ്ണി നോക്കിയേ. എണ്ണ നോക്കിയേ, എത്ര പേരുണ്ട് മെറി ഗോ റൗണ്ടില്? 3 children are there. Okay, there are 3 children on the merry-go-round. എഴുതി കഴിഞ്ഞോ എല്ലാരും? എഴുതി കഴിഞ്ഞോ? അങ്ങനാണെങ്കിൽ വേറെ എന്തൊക്കെ അവിടെ നിങ്ങൾ കാണുന്നുണ്ട്? ആ പിക്ചറിൽ വേറെ എന്തൊക്കെയുണ്ട് ഒന്ന് പറഞ്ഞേ. ആരാ പറയുന്നേ? ആരാ പറയുന്നേ? നിഷാൻ. ഓക്കെ, ആ പിക്ചറിൽ നമ്മളിപ്പോ പറഞ്ഞത് കൂടാതെ വേറെ എന്തൊക്കെ കാണുന്നുണ്ട്? എന്തോ?
കേട്ടില്ല മോനെ. ക്ലിയർ ആവുന്നില്ലല്ലോ. ആ പിന്നെ കേൾക്കുന്നില്ല മോനെ. ഒട്ടകം. ഒട്ടകത്തിന് എന്താ പറയാ? Camel. How many camels are there? One. Okay. അടുത്ത നമുക്ക് വേറെ ആരെങ്കിലും പറയാൻ നോക്കട്ടെ. വേറെന്താ അവിടെ കാണുന്നേ? വേറെന്താ? എന്താ ഗായത്രി? വേറെന്താ കാണുന്നേ? പപ്പി. പപ്പി ഉണ്ട് അല്ലേ? എത്ര പപ്പീസ് ഉണ്ട്? One. Okay. വേറെന്താ കാണുന്നേ? വേറെന്താ? ആരാ പറയുന്നേ? ഓക്കെ ഇഷിത. നമ്മൾ പറയാത്ത വേറെ എന്തെങ്കിലും അവിടെ ഉണ്ടോ? എലഫന്റിന്റെ കുട്ടി ഉണ്ടല്ലേ? എലഫന്റിന്റെ കുട്ടിയല്ലേ ഇത്? എലഫന്റിന്റെ മുകളിൽ രണ്ട് കുട്ടികൾ ഇരിക്കുന്നുണ്ട്. എലഫന്റിന്റെ കുട്ടി പുറകിൽ നിൽക്കുന്നുണ്ട് അല്ലേ? വേറെന്താ കാണുന്നേ? വേറെന്താ കാണുന്നേ? ഒരു കുട്ടി ഒരു റോപ്പിന്റെ മേലെ കൂടി നടക്കുന്നുണ്ടോ? കണ്ടോ? വലിയൊരു സ്റ്റിക്ക് കയ്യിൽ പിടിച്ചിട്ട് ബാലൻസ് ചെയ്തിട്ട് ഒരു റോപ്പിന്റെ മുകളിലൂടെ നടക്കുന്നുണ്ടോ ആ ക്യാമലിന്റെ അടുത്ത്? കണ്ടില്ലേ? പിന്നെന്താ കാണുന്നത്? ഒരാള് പോട്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? എന്താ? മൺപാത്രം. കണ്ടില്ലേ? ഇങ്ങനെ മൺപാത്രം ഉണ്ടാക്കുന്ന, ഇങ്ങനെ കറക്കി 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 മൺപാത്രം ഉണ്ടാക്കുന്ന ഒരാളെ കണ്ടോ? ഇരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പിക്ചറിനകത്തുണ്ട്. നമുക്ക് ചോദിച്ചത് മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ. ഇനിയിപ്പൊ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ടേക്ക് പേജ് നമ്പർ 101. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയൊരു പാർക്കിന്റെ, ചിൽഡ്രൻസ് പാർക്ക്. ആ പാർക്കിൽ കുറെ കുട്ടികൾ കളിക്കുന്നുണ്ട്. ബട്ടർഫ്ലൈസ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ? നമുക്കത് ഓരോന്നും എത്ര എണ്ണം ഉണ്ട് എണ്ണി നോക്കിയാലോ? മിസ് ചോദിക്കുമ്പോ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം? ഫിംഗേഴ്സ് വെച്ചിട്ട് ആൻസർ പറഞ്ഞേ. ഫസ്റ്റ് വൺ, ചിൽഡ്രൻ. ഹൗ മെനി ചിൽഡ്രൻ ആർ there? എത്ര കുട്ടികളുണ്ട് അവിടെ? ഒന്ന് എണ്ണി നോക്കിയേ. ആ പാർക്കിൽ എത്ര കുട്ടികൾ കളിക്കുന്നുണ്ട്? ഫിംഗേഴ്സ് വെച്ചൊന്ന് പറഞ്ഞേ. How many children are there in that park? എല്ലാവരുടെയും ആൻസർ കിട്ടിയില്ല. എല്ലാരും ഒന്ന് പറഞ്ഞേ, എത്ര കുട്ടികളുണ്ടെന്നൊന്ന് എണ്ണി നോക്കിയേ. How many children are there? There are. ഇതാണോ ആൻസർ? മിസ്സിന്റെ ആൻസർ കറക്റ്റ് ആണോ? അല്ല അല്ലേ? 5. Yes, there are 5 children. ആ ചിൽഡ്രന്റെ നേരെ 5 എന്ന് എഴുതിക്കോ. ഇതുപോലെ മിസ് എഴുതിയതുപോലെ. കണ്ടോ? Okay, then how many slides? How many slides? എന്താ സ്ലൈഡ്? എന്താ സ്ലൈഡ്? നിങ്ങൾ പാർക്കിൽ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ സ്കൂളിൽ ചേരാൻ വരുന്ന സമയത്ത്, അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്ത് സ്കൂളിലെ പാർക്കിലത്തെ കളിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഉണ്ട് സ്ലൈഡ്. ഒരു കുട്ടി ഇരുന്ന് നിരങ്ങി താഴോട്ട് വരുന്നതുണ്ടോ? ഇതാ ഇത് ഒരു ബോയ്
ഇറങ്ങി വരുന്നതുണ്ടോ? നിങ്ങൾ കളിച്ചിട്ടുണ്ടോ ഇതിന്റെ മേലെ കൂടി? സ്ലൈഡ് കളിച്ചിട്ടുണ്ടോ? നോ. സ്കൂളിൽ തുറന്നിട്ട് സ്കൂളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് കളിക്കാം കേട്ടോ. സ്കൂളിൽ സ്ലൈഡൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് കളിക്കേ. അപ്പൊ എത്ര സ്ലൈഡ്സ് ഉണ്ട് ഇവിടെ? എത്ര സ്ലൈഡ്സ് ഉണ്ട്? അങ്ങനെ നിരങ്ങി വരാൻ കളിക്കാൻ വേണ്ടി അങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ട്? Only one. Okay. There is only one slides. ഇനി നമുക്ക് എന്ത് കാണാം? കുറെ ബേർഡ്സ് പറക്കുന്നുണ്ട് അല്ലെ എവിടെ കൂടി? ആ പാർക്കിൽ കുറെ ബേർഡ്സ് ഉണ്ട്. How many birds are there? എന്താ ബേർഡ്സ്? പക്ഷികൾ അല്ലേ? റിഹാൻ എവിടെ പോവാ? റിഹാൻ എത്ര ബേർഡ്സ് ഉണ്ടോ എന്ന് എണ്ണി നോക്കിയേ. How many birds are there? How many birds? There are 3 birds. Yellow bird, orange bird and blue bird. There are 3 birds. Write 3 in the column for birds. Next. അവിടെ കുറെ ബട്ടർഫ്ലൈസിനെ കാണാം അല്ലേ? You can see some butterflies. How many butterflies are there? How many butterflies? എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട് ഇവിടെ? There are 2 butterflies. One orange and red butterfly and yellow and violet. There are only 2 butterflies. Then, can you see any monkey there? What is monkey? In the monkey? എന്താ മങ്കി? കുരങ്ങല്ലേ? അവിടെ മങ്കി എന്തെങ്കിലും കാണുന്നുണ്ടോ? മങ്കിനെ കാണുന്നുണ്ടോ? Is there any monkey in that picture? No. There is 0 monkeys. So, write 0 there. 0 monkeys. Then, you can see a girl having balloons in her hand. ഒരു കുട്ടിയുടെ കയ്യിൽ കുറച്ച് ബലൂൺസ് കണ്ടോ? കണ്ടോ? How many balloons are there? എണ്ണി നോക്കിയേ. How many balloons? There are 3 balloons. Pink, orange and red. There are 3 balloons, beautiful balloons, right? Then next, balls. എത്ര balls ഉണ്ട് അവിടെ? ഇവര് കളിക്കാൻ വേണ്ടി എത്ര balls ഉണ്ട്? How many balls are there? ഒന്ന് പറഞ്ഞേ ആൻസർ മിസ്സിന്. There are 2 balls. Okay, there are 2 balls. Next, അവിടെ കുറേ ഫ്ലവേഴ്സ് കാണാം അല്ലേ? അല്ലേ, പാർക്കിൽ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. How many flowers are there? Count it. എത്ര ഫ്ലവേഴ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കിയേ. There are എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 4 flowers. 2 yellow flowers and 2 red flowers. There are total 4 flowers. There are 4 flowers. Then, can you see any tree there? Can you see any tree? How many trees are there? There is only 1 tree. ഒറ്റൊരു മരം ഉണ്ട് അല്ലേ? Okay, there is only 1 tree. Can you see any chairs? In the chair,
ചെയർ ഉണ്ടോ? കസേര അല്ലേ? Can you see any chairs there? No, there is 0 chairs in that picture. There are 0 chairs in that picture. Okay, very good. ആ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. തൊട്ടടുത്ത പേജിലുള്ള 2 പേജിലുള്ള വർക്ക് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാവോ? ഇതിനു മുന്നേ നമ്മൾ ചെയ്തത് പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. നമ്പേഴ്സ് അപ് ടു 10. തിരക്കൊന്നുമില്ല. മിസ്സിന് സാവധാനം അയച്ചു തന്നാൽ മതി, സമയം എടുത്ത് ചെയ്യാം. അടുത്ത ക്ലാസ്സിന് മുന്നേ മിസ്സിന് അയച്ചു തന്നാൽ മതി കേട്ടോ. അടുത്ത ക്ലാസ് നമുക്ക് നെക്സ്റ്റ് ഫ്രൈഡേ അല്ലേ? നെക്സ്റ്റ് ഫ്രൈഡേ ആവുന്നതിന് മുന്നേ നിങ്ങൾ സമയം എടുത്തിട്ട് പേജ് നമ്പർ 102, 103 ഇന്ന് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ സാവധാനം ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ 2 പേജിലത്തെ വർക്ക് നിങ്ങൾ ചെയ്യാം. പേജ് നമ്പർ 102 കുറെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ കറക്റ്റ് എണ്ണി നോക്കിയിട്ട് ഇപ്പുറം കൊടുത്തിരിക്കുന്ന നമ്പേഴ്സുമായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ദെൻ പേജ് നമ്പർ 103 ഇവിടെ കുറെ ഒബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ട്. ആ ഒബ്ജക്ട്സ് എത്രയാണെന്ന് എണ്ണി നോക്കിയിട്ട് സർക്കിൾ ചെയ്യാം. കൊടുത്തിരിക്കുന്ന നമ്പേഴ്സിൽ നിന്ന് സർക്കിൾ ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ കുറെ ഗ്രൂപ്പ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സിന്റെ ഗ്രൂപ്പ്സ് ഉണ്ട്. ആ ഗ്രൂപ്പ്സിൽ കൂടുതൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അതിന് ടിക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഗിവൺ ഫോർ യു. ആദ്യത്തെ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ബാക്കി 2 നിങ്ങൾ കൗണ്ട് ചെയ്യുക. എന്നിട്ട് കൂടുതൽ ഉള്ളതിന്റെ താഴെയുള്ള സർക്കിളിൽ ടിക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ സമയം പോലെ ചെയ്തിട്ട് മിസ്സിന് അയച്ചു തന്നാൽ മതി. ചെറിയൊരു വർക്ക് കൂടി മിസ് പറയട്ടെ. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ബീഡ്സോ അല്ലെങ്കിൽ കളറുള്ള സ്റ്റോൺസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ഓരോ ഗ്രൂപ്പ് ആക്കി വെക്കുക. ഒന്നെടുത്തിട്ട് ഒരു ഗ്രൂപ്പ്, പിന്നെ 2 ബീഡ്സ് എടുത്തിട്ട് രണ്ടാമത്തത്, അങ്ങനെ 10 വരെയുള്ള ഗ്രൂപ്പ്സ് ആക്കാൻ പറ്റുമോ? മനസ്സിലായില്ല? ഇപ്പൊ നിങ്ങൾ കുറെ ബീഡ്സ് അല്ലെങ്കിൽ കുറെ കല്ലെടുത്തു, ചെറിയ ചെറിയ കല്ലെടുക്കാം. എന്നിട്ട് പേപ്പറിലോ എന്തിലെങ്കിലും 1 to 10 നമ്പേഴ്സ് എഴുതാം. 1 to 10 നമ്പേഴ്സ് നല്ല ഭംഗിയായിട്ട് വലുതായിട്ട് എഴുതാം. എഴുതിയിട്ട് 1 എഴുതിയതിന്റെ മുകളിൽ ഒരു സ്റ്റോൺ വെക്കുക. 2 എന്ന് എഴുതിയതിന്റെ അടുത്ത് 2 സ്റ്റോൺ വെക്കാം. 3 എന്ന് എഴുതിയതിന്റെ അടുത്ത് 3 സ്റ്റോൺ വെക്കാം. അപ്പം കല്ല് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എടുത്തിട്ട് ചെയ്യാം. ആർ യു റെഡി? ചെയ്യാൻ പറ്റുമോ? അത് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ ആയിട്ടോ ഫോട്ടോ ആയിട്ടോ ചെയ്തിട്ട് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ആരെങ്കിലും ഒരാള് ചെയ്തു കഴിഞ്ഞാൽ സെയിം എക്സാമ്പിൾ നോക്കിയിട്ട് ബാക്കിയുള്ളവരും കൂടി ചെയ്തിട്ട് ക്ലാസ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ബാക്കി ഹോംവർക്ക് ഒക്കെ മിസ്സിന് പേഴ്സണൽ ആയിട്ട് അയച്ചു തന്നാൽ മതി. കേട്ടല്ലോ? പറ്റുന്നത് പോലെ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. അപ്പൊ ഭക്ഷണം കഴിക്കാതെ ക്ഷീണിച്ചിരിക്കുന്നുണ്ടാവും. എല്ലാരും പോയിട്ട് ലഞ്ച് കഴിക്കുക. നന്നായിട്ട് ഹോംവർക്ക് സമയം എടുത്ത് ചെയ്തിട്ട് മിസ്സിന് അയച്ചു തരിക. ഇപ്പൊ പറഞ്ഞ വർക്ക് നിങ്ങൾ കിട്ടുന്ന സമയത്ത് ചെയ്തിട്ട് ക്ലാസ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫോട്ടോ ആയാലും മതി, അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു വെക്കുന്ന വീഡിയോ ആയാലും മതി. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചാൽ മതി കേട്ടോ. ബൈ. എല്ലാരും പോയിട്ട് ഭക്ഷണം കഴിച്ചോ. ബൈ.